ഈ കൊട്ടാരം സ്വന്തമാക്കാൻ ഇനി ആരെങ്കിലും കൊല്ലേണ്ടി വന്നാ അതിനും നരി തയ്യാറാ. ആ മണിമാല എവിടെടൂ? അതെനിക്ക് വേണം. അത് സ്വന്തമാക്കിയിട്ടേ ഈ നരി അടങ്ങൂ. ഇനി മറക്കണ്ട കേട്ടോ. എള്ള് മനസ്സിലായോ? ചെള്ളല്ല, എള്ള്. തില എന്നതിന്റെ അർത്ഥം അത്. ഇപ്പൊ ഡൗട്ടൊക്കെ തീർന്നല്ലോ അല്ലേ? കുട്ടി രസീത് എഴുതിയോ? എഴുതി തിരുമേനി. ഈ തിലഹോമം ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. വിവാഹ തടസ്സവും സന്താനഭാഗ്യ തടസ്സവും മാറാൻ ചിലർ ചെയ്യാറുമുണ്ട്. അതിന് ഫലം കണ്ടിട്ടുമുണ്ട്. ഓ, തമ്പുരാനെയും തമ്പുരാട്ടിയെയും ഞാൻ അറിയും. ഒരിക്കൽ കൊട്ടാരത്തിൽ ഒരു പൂജയ്ക്ക് വന്നിട്ടുണ്ട്. എന്ത് നല്ല മനസ്സായിരുന്നു. ചിലപ്പോഴൊക്കെ ഇങ്ങനെ നല്ലതിന് ഭഗവാൻ ആയുസ് കൊടുക്കാറില്ല. അമാവാസിയിലാണ് മരണം നടന്നിരിക്കുന്നത്. ആത്മാക്കൾ ഭൂമി വിട്ടുപോകാൻ സമയമെടുക്കും. നന്നായി പ്രാർത്ഥിച്ചോളൂ അമ്മേ. ഈ പ്രേമതടസ്സം മാറാൻ എനിക്ക് കൂടി ഒരു തിലഹോമം ചെയ്യണമായിരുന്നു. അതിനെന്തോന്ന് പ്രേമ തടസ്സം? തനിക്ക് സൂസന്റെ പ്രേമം ഇങ്ങനെ ഒലിപ്പിച്ച് പടർന്ന് പന്തളിച്ച് നിൽക്കുമല്ലേ? അതെ, സൂസനേക്കാൾ മികച്ച ഒന്നിനെ കിട്ടിയ തവള ചാടുന്ന പോലെ ചാടായിരുന്നു അല്ലേ? കഷ്ടം. താനൊക്കെ ഒരു കാമുകനാണോ? അയ്യേ, ഞാൻ ടൈപ്പ് ഒന്നുമില്ല. ഞാൻ ഡീസന്റാ. താൻ ഏത് ടൈപ്പായാലും എനിക്കെന്താ? ഇയാള് തൊഴാൻ നോക്ക്. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ഓ, ഇന്ന് രാജഭരണമായിരുന്നെങ്കില് ഈ നാട്ടുരാജ്യം ഭരിക്കേണ്ട തമ്പുരാന് ഇപ്പതേ ചില്ലുകൂട്ടിനുള്ളി കിടക്കുന്നു. ചില്ലുകൂട്ടിനുള്ളിൽ സ്വയം ആയതല്ലോ, ആക്കിയതല്ലേ? അതെ, ചില്ലിട്ട് വെച്ചതാ ഞാൻ. അല്ലെങ്കിലേ അയാളുടെ ആജ്ഞയും കേട്ട് ഒരാശ്രിതനെ പോലെ കൈകൾ കൂപ്പി ഇല്ലാത്ത വിനയം മുഖത്ത് വരുത്തി കുനിഞ്ഞു നിൽക്കേണ്ടി വന്നേനെ. നീ ഇപ്പൊ കടിച്ചു പറിക്കുന്ന ഈ മാംസാഹാരം തമ്പുരാന്റെ കാലത്ത് ഈ കൊട്ടാരത്തിൽ കയറ്റിയ നിന്റെ അവസ്ഥ ഇതുപോലെ കരിഞ്ഞു മൊരിഞ്ഞു പോയേനെ. ഇനി ഈ കൊട്ടാരത്തിന്റെ വാശി ഞാനായിരിക്കും. നരി കയറിയ കൊട്ടാരം. ഇതും കൂടി നിയമപരമായി സ്വന്തമാക്കി കഴിഞ്ഞാ ഞാൻ ആദ്യം എടുത്ത് പുറത്തേക്ക് എറിയുന്നേ ഈ ലക്ഷണം കെട്ട ഫോട്ടോ ആയിരിക്കും. എന്നിട്ട് അതിന്റെ മുഖത്തേക്ക് ഞാൻ കാർക്കിച്ച് തുപ്പും. നരിയണ്ണനെ വളരെ സ്നേഹത്തോടെയല്ലേ ഇവിടുത്തെ രാജാവ് കണ്ടിരുന്നത്? രാജാവും പ്രജയൊക്കെ പണ്ട്. ഇതിപ്പോ ജനാധിപത്യോ? ഇന്ന് ഈ വൃത്തികെട്ട ജന്തുക്കളുടെ ഓർമ്മ ദിവസം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നടത്തിയ അരുംകൊലയുടെ 1-ാം വാർഷികം. ദഹിപ്പിക്കാൻ പോലും ഒന്നും ശേഷിപ്പിക്കാതെ അഗ്നിശുദ്ധി വരുത്തിയില്ലേ? ആ പുണ്യം നരിക്ക് കിട്ടാതിരിക്കില്ല. നരിയേട്ടാ. ഏട്ടനല്ല, തമ്പുരാൻ. നരേന്ദ്രൻ തമ്പുരാൻ. നരിയെ ആരും പരിപാലിച്ച് വളർത്താറില്ല. അതെ അതെ, നന്ദിയില്ലാത്ത മൃഗമാണ് നരി. അതെ, നന്ദിയില്ലാത്ത നരി. ഈ കൊട്ടാരം സ്വന്തമാക്കാൻ ഇനി ആരെങ്കിലും കൊല്ലേണ്ടി വന്നാ അതിനും നരി തയ്യാറാ.
ആ മണിമാല എവിടെടൂ? അതെനിക്ക് വേണം. അത് സ്വന്തമാക്കിയിട്ടേ ഈ നരി അടങ്ങൂ. കായിക ദിനത്തോടനുബന്ധിച്ച് അടുത്ത മത്സര ഇനം കബഡിയാണ്. 2 ടീം അംഗങ്ങൾ തയ്യാറായിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിൽ കബഡി കളിച്ച് പരിശീലനം നേടിയവരാണ് ജയിലിലെ അന്തേവാസികളിൽ അധികവും. അതുകൊണ്ട് തന്നെ വാശിയേറിയ ഒരു മത്സരത്തിനാണ് ഇന്ന് ജയിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എങ്ങനെയും ശിവദാസനെയും കൂടി കളിക്കാൻ ഇറക്കിയാലേ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പ്ലാൻ നമുക്ക് നടത്താൻ കഴിയും. ഇന്നിവിടെ നടക്കാൻ പോകുന്ന വാശിയേറിയ കബഡി മത്സരത്തിന്റെ റഫറിയായി ശിവദാസനെ ചുമതലപ്പെടുത്തുന്നു. അയ്യോ സാറേ, അത് ഞാൻ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അല്ല, ഞാൻ 2 ടീമുകളും അവരവരുടെ കോർട്ടിൽ കയറേണ്ടതാണ്. അല്ല, അത് ആദ്യം ടോസ് ആണ്. ടീം ലീഡർമാർ വന്ന് ടോസിൽ പങ്കെടുക്കുക. എല്ലാരും നല്ല പിടിക്കാണ്ട് അവിടെ. എന്തൊരു പിടി പിടിച്ചത്? എന്തിനായി? ഞാൻ ചെയ്യാം. ഹെഡ് അതൊക്കെ ഞാൻ വിളിക്കാം, മിണ്ടിപ്പോരുത്. ഹെഡ് ടൈല് ടൈല് അല്ല സാറേ, കണ്ട ഹെഡ് ഹെഡ് തന്നെ സാറേ. ടീം എക്കാണ് ഹെഡ് വീണത്. ടോസ് ടീം എക്ക് അനുകൂലമായിട്ടാണ് വീണിരിക്കുന്നത്. ഡിഫൻഡർ ടീം ബി. റഫറി കളി സ്റ്റാർട്ട് ചെയ്യാം. സാറേ, കബഡി 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 കബഡി. വാ വാ, കബഡി കബഡി കബഡി. ആ